ഇന്നലെ വൈകിട്ടാണ് ഈ ഭാസ്കരനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം വീട്ടിലെ ജനൽ കമ്പിയോട് ചേർന്ന് കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. 2 ദിവസം മുൻപാണ് ഈ 60 വയസ്സുകാരനെതിരെ പോക്സോ കേസ് ചുമത്തി ഒരു കേസ് എടുത്തത്. ഇദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ കട നടത്തി വരികയായിരുന്നു. അതിനുശേഷം ആ കടയിലെത്തിയ ഒരു 6 വയസ്സുകാരിയെ ഉമ്മ വെച്ചു എന്നതാണ് കേസ്. ഈ കുട്ടിയുടെ മൊഴിയെടുത്ത ശേഷമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇദ്ദേഹത്തോട് ഈ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റേഷനിൽ എത്തുന്നതിനായി ഈ തറവാട്ട് വീട്ടിൽ ഇന്നലെ രാവിലെയാണ് ഇദ്ദേഹം എത്തിയത്. പക്ഷെ പിന്നീട് പുറത്തൊന്നും കണ്ടില്ല. അതേ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമ്മൾ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുതൽ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് താൻ കാരണം മറ്റു ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ തന്റെ മക്കൾക്കും ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാകും, താൻ മനസ്സാവാച അറിഞ്ഞതല്ല ഈ കാര്യങ്ങളൊന്നും എന്ന് ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിന്റെ തുടർച്ചയായിരിക്കാം ഈ ആത്മഹത്യ അല്ലെങ്കിൽ ജീവനൊടുക്കിയത് എന്നുള്ളതാണ് ഈ ബന്ധുക്കളൊക്കെ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേസ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം അയാളെ ചോദ്യം ചെയ്യുക ആണ് വേണ്ടത്. തെളിവ് ഇല്ലാണ്ട് കേസ് അങ്ങോട്ട് കൊടുത്തു. ഒന്നാമത്തെ കാര്യം, ആണുങ്ങൾ എല്ലാവരും റേപ്പിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കൊച്ചമ്മമാരുടെ വീട്ടിൽ നിന്നാവും കേസ് വന്നത്. അയാൾക്ക് തന്നെ 3-4 ചെറുമക്കൾ കാണില്ലേ. പിള്ളേരെ എടുക്കാൻ പോലും പോവരുത്. കാലം പഴയതുപോലെയല്ല, ഇത് പുതിയ കാലമാണ്. അച്ഛനും മകളും അമ്മയും മകനും ഒരുമിച്ച് പോയാൽ പോലും ആവശ്യം ഇല്ലാത്ത പറഞ്ഞു നടക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ. മക്കൾക്ക് മുത്തശ്ശൻ ഒരു ഉമ്മ കൊടുത്താൽ അത് കാമമാണ് കാണുന്ന ലോകം. വലിയ കഷ്ടം. കുട്ടിയുടെ മുഖത്തോ നെറ്റിയിലോ ഉമ്മ കൊടുത്താൽ അത് കാമം ആകില്ല. പേരക്കുട്ടി മുത്തശ്ശൻ ചിലപ്പോൾ അവർ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാകും. ഇതൊരു നിരപരാധിയുടെ മരണം ആണെങ്കിൽ പരാതി ഉന്നയിച്ച കുടുംബം ഇതിലും വലുത് എന്തോ അവരെ കാത്തിരിപ്പുണ്ട്. 6 വയസ്സുള്ള കുട്ടിയെ എന്തിന് കടയിൽ വിടുന്നു? ഇനി 6 വയസ്സുള്ള കുട്ടി ഉള്ളതാണോ പറഞ്ഞത്? കൊച്ചുകുട്ടിയല്ലേ. അയാൾ നിരപരാധി ആണെങ്കിലോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയത് നന്നായി. അന്യരുടെ കുട്ടിയെ തൊടാതെ ഇരിക്കുന്നതാണ് നല്ലത് ഒരു സാഹചര്യത്തിലും. കാരണം ഇപ്പോഴത്തെ കാലം അതാണ്. വാത്സല്യം സ്വന്തം കുട്ടിയോട് മതി. നമ്മൾ മറ്റൊരാളുടെ കുട്ടികളെ തൊടാനോ ഉമ്മ വെക്കാനോ പാടില്ല. വാത്സല്യം ആയിരിക്കാം, എങ്കിലും നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ, ചെതറട്ടെ.